ഹായ് ഫ്രണ്ട്സ്, ഹെക്സൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോസിലായിട്ട് ചെയ്തു വരുന്നത് ബൂട്ട്സ്ട്രാപ്പിനെ പറ്റിയായിരുന്നു. ബൂട്ട്സ്ട്രാപ്പിന്റെ കമ്പോണൻസ് അല്ലെങ്കിൽ ക്ലാസസ്, അതിന്റെ ഫങ്ഷൻസ്, അതിന്റെ എങ്ങനെയാണ് വർക്കിംഗ്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യുക അതിന് ഈസി ആയിട്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് ബൂട്ട്സ്ട്രാപ്പിന്റെ കുറച്ചധികം കമ്പോണൻസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, അലേർട്ട് ബട്ടൺസ് ഒക്കെ പോലെയുള്ള കമ്പോണൻസ്. അതേപോലെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബൂട്ട്സ്ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കാർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ആണ്, അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് ആണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയുടെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബൂട്ട്സ്ട്രാപ്പ് കാർഡ്സിനെ പറ്റിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ബൂട്ട്സ്ട്രാപ്പ് കാർഡ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന തരത്തിലുള്ള നമ്മൾ ഷോപ്പിംഗ് വെബ്സൈറ്റ്സിലൊക്കെ കാണുന്ന പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ വരുന്ന ഓരോ കാർഡ്സ് ഉണ്ടാവും. അതായത് ഓരോ പ്രോഡക്ട്സ് ഒക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്സ് ഇത്തരത്തിൽ വരുന്നുണ്ടാവും. ഇതിപ്പോ സെയിം പ്രോഡക്റ്റ് തന്നെയാണ്, ഇതിൽ ഡിഫറെന്റ് പ്രോഡക്ട്സ് ആയിട്ട് ഏത് ഷോപ്പിംഗ് വെബ്സൈറ്റ് എടുത്താലും തീർച്ചയായിട്ടും അതിൽ കാർഡ്സ് ഉണ്ടാവും. മിക്കവാറും എല്ലാ ഇതിലും കാർഡ്സ് ഉണ്ടാവും. അപ്പൊ അതിനകത്ത് നമുക്ക് ഇമേജ് ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പാരഗ്രാഫ്, ഹെഡിങ്, അങ്ങനെ ബട്ടൺ, അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരു ഫ്ലെക്സിബിൾ കണ്ടെയ്നർ ക്ലാസ് ആണ് കാർഡ് എന്ന് പറയുന്നത്. നമ്മൾ കൂടുതലും ഷോപ്പിംഗ് സൈറ്റിലൊക്കെ ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്, പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. കോഡിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ബൂട്ട്സ്ട്രാപ്പിന്റെ സീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ബൂട്ട്സ്ട്രാപ്പിന്റെ കാർഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അതിന് ബൂട്ട്സ്ട്രാപ്പ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ക്ലാസ്സസ് ഉണ്ട്, അതിന്റെ ഓരോ പാർട്ടിന് അല്ലെങ്കിൽ ആ ഒരു കമ്പോണന്റിന്റെ ഓരോ പോർഷൻസിനായിട്ട്. അപ്പൊ അത് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് ഞാനൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കണ്ടെയ്നർ ക്ലാസ് ഡിവ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. അത് div ഡോട്ട് കാർഡ്, അതായത് ക്ലാസിന്റെ നെയിം ആണ് കാർഡ് എന്ന് പറയുന്നത്. ബൂട്ട്സ്ട്രാപ്പിന്റെ ക്ലാസ് ആണ്, ക്ലാസിന്റെ നെയിം കാർഡ് എന്നാണ്. ഇതിന്റെ ഉള്ളിലായിട്ട് നമുക്ക് മറ്റൊരു div ക്രിയേറ്റ് ചെയ്യാം. കാർഡ് ബോഡി ആണ്, അപ്പൊ അതിന്റെ ക്ലാസ് കാർഡ് ഹൈഫൺ ബോഡി ഇങ്ങനെ വരും, കാർഡ് ബോഡി. അപ്പൊ ഈ കാർഡ് ബോഡിക്കുള്ളിലാണ് നമ്മൾ ഇനി നമുക്ക് കുറച്ച് ഹെഡിങ്ങോ അല്ലെങ്കിൽ ടൈറ്റിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പാരഗ്രാഫോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോ അവിടെ യൂസ് ഞാനിപ്പോ ഒരു ഇമേജ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്ന് പറയുന്നത് ഒരു ഫോണിന്റെ ആണ്. ആ ഒരു ഫോണിന്റെ നെയിം തന്നെ ഞാൻ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ റിയൽമി 33 ആണ് എടുത്ത് വെച്ചേക്കണേ. അപ്പൊ S2 ഹെഡിങ് ആയിട്ട് ഞാൻ അത് കൊടുത്തു. അടുത്തതായിട്ടൊരു പി വിളിച്ചിട്ടുണ്ട്, പാരഗ്രാഫ് വിളിച്ചിട്ട് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ജസ്റ്റ് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ എന്ന് കൊടുക്കാം. ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ എന്ന് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് എന്തെങ്കിലും സാധാരണ നമുക്കൊരു പ്രോഡക്റ്റിനെ പറ്റി ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, അതിനുശേഷം നമുക്ക് കാർഡിന് ബോഡിക്ക് വെളിയിലായിട്ട് നമുക്ക് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ബട്ടൺ ബൂട്ട്സ്ട്രാപ്പിന്റെ തന്നെ ബട്ടൺ ആക്കാം നമുക്ക് അതിനായിട്ട് നമ്മൾ ബൂട്ട്സ്ട്രാപ്പിന്റെ ബട്ടൺ ആക്കാൻ വേണ്ടിയിട്ട് BTN ക്ലാസ് വിളിച്ചു. കളർ കൊടുക്കാം BTN പ്രൈമറി. ഓക്കെ, ബൈ നൗ ബട്ടൺ ബൈ നൗ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ കാർഡ് ബോഡി, എന്നിട്ട് നമുക്ക് S2 നമുക്ക് കാർഡ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് യൂസ് ചെയ്യാം. പാരഗ്രാഫിന് നമുക്ക് കാർഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് യൂസ് ചെയ്യാം. ഓക്കെ, പ്രധാനമായിട്ടും നമ്മൾ ഇത്രയും ക്ലാസ്സസ് ആണ് നമുക്കുള്ളത്. അതായത് കാർഡ് ബോഡി,
ടൈറ്റിലിനൊരു ക്ലാസ്, ടെക്സ്റ്റിനൊരു ക്ലാസ്, പിന്നെ ബട്ടൺ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇത്തരത്തിലൊരു കാർഡാണ് കിട്ടിയേക്കണം. വിട്തൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. കണ്ടെയ്നറിന്റെ വിട്താണ് അതിന് കിട്ടുന്നത് ഇപ്പൊ. അപ്പൊ നമുക്ക് ആ വിട്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് കാർഡിനെ ഒന്ന് സ്റ്റൈൽ ചെയ്യാം. ഇവിടെ തന്നെ ഞാൻ ഇൻലൈൻ ആയിട്ട് ചെയ്യുക. സ്റ്റൈല് വിട്ത് കൊടുക്കാം. വിട്ത് വന്നിട്ട് ഒരു 200 px കൊടുക്കാം. ഹൈറ്റ് നമുക്ക് ഓട്ടോ എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് ഇത്തരത്തിലൊരു കാർഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു കാർഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ടെക്സ്റ്റ് ഒക്കെ ഒരു സൈഡിലോട്ടൊക്കെ മാറി കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് അതിനെ ഒന്ന് ബൂട്ട്സ്ട്രാപ്പിന് തന്നെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റിന് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താനായിട്ട് നമുക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് വിളിക്കാം. ബൂട്ട്സ്ട്രാപ്പിന്റെ ക്ലാസ് ആണ് ഈ ടെക്സ്റ്റ്. അപ്പൊ അതിനെ ഒന്ന് സെന്ററിലോട്ട് കൊണ്ടുവരാനായിട്ട് ടെക്സ്റ്റ് സെന്റർ എന്ന് പറഞ്ഞിട്ട് ബൂട്ട്സ്ട്രാപ്പിലെ ക്ലാസ് വിളിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതൊക്കെ ഒന്ന് സെന്ററിലോട്ടായിട്ടുണ്ട്. ഇത്തരത്തിലാണ് കാർഡ് വരുന്നത്. ഇനിയിപ്പം ഈ കാർഡിൽ നമുക്ക് ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. കാർഡ് ബോഡിയിൽ ഈ ടൈറ്റിലിന് ടോപ്പിലായിട്ട് ഞാൻ ഒരു ഇമേജ് ടാഗ് കൊടുത്തു. അതിന്റെ SRCയിൽ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു മൊബൈലിന്റെ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്, ഒരു ഇമേജ്. അപ്പോൾ അത് ആ JPG അഡ്രസ്സ് നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാം. mobile.jpg എന്ന് കൊടുത്തു. അതേപോലെ ഇതൊന്ന് നോക്കാം. ഓക്കെ, ഈ ഇമേജ് കുറച്ച് കാർഡിന്റെ ബോഡിക്ക് വെളിയിലായിട്ടാണ് വന്നേക്കണത്. അതായത് നമ്മൾ ഇമേജിന് കാർഡിന്റെ ക്ലാസ് ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്കിതിൽ കാർഡിന്റെ ക്ലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. കാർഡ് ഇമേജ് ടോപ്പ് എന്ന് കൊടുക്കാം. ആണ് ഇമേജിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് കാർഡ് ഇമേജ് എന്ന് പറയുന്നത്. അത് ടോപ്പിലായിട്ടായതുകൊണ്ട് നമ്മൾ ടോപ്പ് എന്ന് കൂടി കൊടുത്തു. ഇതിപ്പോ ഇതിനകത്ത് ഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നമുക്കൊരു കാർഡ് പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യാനൊക്കെ ആയിട്ടുള്ള കാർഡ്സ് ഇത്തരത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇതൊന്ന് മൾട്ടിപ്പിൾ കാർഡ്സ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഈ കണ്ടെയ്നറിനുള്ളിൽ തന്നെ ഞാൻ ഈ കാർഡ് തന്നെ ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ വരുമെന്ന് നോക്കാം. ഇത് 1 by 1 ആയിട്ട് താഴെയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത്തരത്തിലല്ല, നമുക്ക് ഇങ്ങനെ ഒരു ലൈനിൽ തന്നെ വരുന്ന രീതിയിൽ എങ്ങനെ ഒരു റോ ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതൊന്ന് റിമൂവ് ചെയ്തേക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പഠിച്ച ബൂട്ട്സ്ട്രാപ്പിന്റെ ഗ്രിഡ് സിസ്റ്റം യൂസ് ചെയ്യാം. ബൂട്ട്സ്ട്രാപ്പിന്റെ ഗ്രിഡ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു റോയിലായിട്ട് കാർഡ് കൊണ്ടുവരാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ പുതിയതായിട്ടൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ റോ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. റോ ക്ലാസ് കൊടുത്തു. ഉള്ളിൽ നമുക്ക് 12 കോളംസ് ആണുള്ളത്. അപ്പം നമുക്ക് ഒരു 4 എണ്ണം വരാൻ വേണ്ടിയിട്ട് ഒരു റോയിൽ 4 പ്രോഡക്ട്സ് വരാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കോൾ 3 എടുക്കാം. അപ്പം അതിനായിട്ട് div.call3 എടുക്കുന്നുണ്ട്. ഇതിലൊരു 4 എണ്ണമാണ് നമുക്ക് വേണ്ടത്. 4 ഡിവ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിത് കറക്റ്റായിട്ട് ഒരു ലൈനിൽ തന്നെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ലൈനിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ഈ ഒരു കാർഡിന്റെ കോഡ് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. കാർഡിന്റെ കോഡ് ഇത്തരത്തിൽ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. വളരെ ഭംഗിയായിട്ട് പ്രോഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ള കാർഡ്സ് ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഷോപ്പിംഗ് വെബ്സൈറ്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ കാർഡ് എന്ന് പറയുന്ന കമ്പോണന്റ്. ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് റെസ്പോൺസീവ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇത് സൈസ് കുറയുന്നതിനനുസരിച്ച് ഇതൊന്ന് ഇങ്ങനെ ഒരെണ്ണത്തിന്റെ പുറത്തൊരെണ്ണമായിട്ട് ഇങ്ങനെ ഒന്ന് ഓവർ റൈഡ് ചെയ്ത് പോകുന്നുണ്ട്, ഓവർഫ്ലോ ആയി പോകുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇത്തരത്തിൽ പോകുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് നമുക്കൊന്ന്
ബ്രേക്ക് പോയിന്റ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഈ കോൾ ക്ലാസിന്റെ കൂടെ. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് SM കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് SM അല്ലെങ്കിൽ MD കൊടുക്കാം. മീഡിയം സൈസ് കൊടുക്കാം. അപ്പോൾ MD കൊടുക്കാം. അതുപോലെ ഇതിനും ഈ കോളിനും കൂടി നമ്മൾ MD കൊടുത്തു. കോൾ MD3 കൊടുത്തു. അപ്പം അതിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം സൈസിന് മുകളിലായി കഴിഞ്ഞാൽ നമുക്ക് 3 കോളോ അല്ലെങ്കിൽ 4 കോളോ ആയിട്ട് തന്നെ കിട്ടും. മീഡിയത്തിന് താഴെ ആയി കഴിഞ്ഞാൽ 1 by 1 ആയിട്ട് കിട്ടും. അതായത് റെസ്പോൺസീവ് ആവുന്നു. അപ്പം നമുക്ക് വർക്കിംഗ് ആണോ നോക്കാം. ഓക്കെ, നേരത്തെ പോലല്ല, റെസ്പോൺസീവ് ആണ്. സാധാരണ പോലെ കിട്ടുന്നുണ്ട്. ഇൻസ്പെക്ട് ചെയ്ത് നോക്കുമ്പോൾ റെസ്പോൺസീവ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കാർഡ് എന്ന് പറഞ്ഞ കമ്പോണന്റ് യൂസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ഷോപ്പിംഗ് സൈറ്റ്സിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.